ഒരു കാര്യം ഉറപ്പായി, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ കത്തി നിൽക്കും. LDF അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, UDFന്റെ പെണ്ണുകേസുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ LDFന് നിലനിൽപ്പില്ല എന്ന്. അത് പല കാലങ്ങളിൽ നമുക്കറിയാം. ഇപ്പൊ അവസാനം വന്നിട്ടുള്ള സോളാർ കേസ് വരെയുള്ള കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ എത്ര കേസുകൾ, ഒരുപാട് കേസുകൾ എല്ലാം കോൺഗ്രസ് നേതാക്കളും മറ്റ് ഉന്നതന്മാരും മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം പോലും ഉണ്ടാക്കിയ വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണിത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ള ഇത് ഒരു എന്താ പറയാ, അവസാനത്തെ ഒരു ചെറിയ, നമ്മൾ സാധാരണഗതിയിൽ പറയില്ല, ഒരു ചീള് കേസ് എന്ന്, അത്ര ഒരു കേസ് മാത്രമാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുന്നു. ഈ സമയത്ത് കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഇവിടെ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നു, പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 വർഷത്തെ വികസന കാര്യങ്ങൾ പറയാൻ ഒരു നിവൃത്തിയില്ല. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നിരത്തി. ആ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ നിരത്തിയിട്ടുള്ളത് എത്രത്തോളം നടപ്പിലാക്കി എന്നതിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അതുപോലെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന വികസന കാര്യങ്ങളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വരാൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ച് ഒന്നും തന്നെ അവർക്ക് ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല. മിണ്ടാൻ കഴിയുന്നത് ഒരൊറ്റ കാര്യം മാത്രം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു യുവ നേതാവ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ CPMന്റെ കാര്യം കട്ടപ്പൊക്കെ ആയനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവസാനം വന്നിട്ടുള്ള വോയിസ് നോട്ട് സത്യമാണ് എന്നുണ്ടെങ്കിൽ രാഹുലിനൊപ്പം നിൽക്കാൻ കഴിയില്ല. പക്ഷേ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ വോയിസ് അല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള വോയിസ് ആണ്. എന്നിട്ട് ഇപ്പോഴും അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിന് മാത്രമാണ് ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് അതിന്റെ ഇപ്പോഴത്തെ അവതരണത്തിൽ ഒരു സംശുദ്ധത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് വാസ്തവമായിരുന്നുവെങ്കിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാണ്. അതൊരു പക്ഷേ നീണ്ടു അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ പോകണം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ ഇപ്പോൾ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തുറപ്പുചീട്ട്. പക്ഷെ ഈ ഒരു വെർഷന് ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കഥാവശേഷൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആദ്യം കാണിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. പിന്നിലേക്ക് ഓരോ സീനും കഴിഞ്ഞു പോകുമ്പോൾ കഥ റിവേഴ്സ് കണ്ട് എന്തിനാണ് ദിലീപ് തൂങ്ങിച്ചെത്തത് എന്ന് അവസാനമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഇവിടെ ആദ്യം കൊണ്ടുവരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം കൊണ്ടുവരുന്നത് ഒരു ഗർഭഛിദ്ര കേസാണ്. ഗർഭമുണ്ടെങ്കിലല്ലേ ഗർഭഛിദ്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗർഭഛിദ്ര പ്രശ്നം കൊണ്ടുവന്ന് അതിന് കുറച്ച് സ്ക്രീൻഷോട്ടും കൊണ്ടുവന്ന് അതെല്ലാം ഇറക്കി വിട്ട് സത്യമോ അസത്യമോ അതവിടെ മാറ്റി വെച്ചേക്കാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവിടെ അവതരിപ്പിച്ചത് ആദ്യം അത് കൊണ്ടുവന്നു. അത് സർവാത്മന ചീറ്റിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ ശക്തിയിൽ തിരിച്ചു വന്നപ്പോ ഇപ്പോ അതിനേക്കാൾ ശക്തിയുള്ളത്, ഒന്ന് ശ്രദ്ധിക്കണം, അതിനേക്കാൾ ശക്തിയുള്ളതാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ധാരാളം വീഡിയോകൾ ചെയ്ത എനിക്ക് പോലും മാനസികമായി ഒരു പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വോയിസ് ആണ് വന്നിട്ട്. എന്നെ പോലെ മാത്രമല്ല, ഒരുപാട് അമ്മമാർ, ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടുള്ള, ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേർ, അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കൊടും പാതകമായി പോയി, ഇത്തരത്തിൽ ഒരു ഗർഭിണിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അതായത് ആ വിധത്തിൽ മനസ്സിനെ ഇളക്കാൻ പാകത്തിലുള്ള ഒരു വോയിസ് നോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സത്യമോ അസത്യമോ അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് ഇതിലും വലുതായിരിക്കും എന്ന് ഉറപ്പാണ്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരുപാട് കഷ്ടപ്പെട്ട്, ഏതാണ്ട് ഒരാഴ്ചയോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഗർഭമാണ്. അതിനെ നിസ്സാരമായി ഒഴിവാക്കാൻ പറയുന്നത് എന്താണ്? അത് മനസ്സിലാകുന്നത് രണ്ടും കൂടെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. അതിന്റെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ ഒരുപക്ഷെ പിന്നീട് വന്നേക്കാം. അത് വരുമ്പോൾ റൂട്ട് ക്ലിയർ ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഇപ്പോ ഇത് ഇറക്കി വിട്ടത് ഒരു തെരഞ്ഞെടുപ്പ് ഹണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ അവസാനം പുറത്തു വന്ന ആ ശബ്ദരേഖയിൽ ഒരു ഗുരുതരമായ മാനസിക പീഡനമുണ്ട്. ആ മാനസിക പീഡനം സത്യമെങ്കിൽ അതിനെ ഞാൻ നഖശികാന്തം രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വോയിസ് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഒരു മാനസിക പീഡനം നടത്തിയതിന് പരാതി ഉണ്ടെങ്കിൽ നിയമ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള ധൈര്യം വേണം. ഈ പുറത്ത് അറിയുന്ന ആൾ, ഇപ്പൊ ചാനലുകൾ വാർത്തകൾ പുറത്തുകൊണ്ടുവരുന്നല്ലോ, കുറെ വോയിസുകൾ പുറത്തുകൊണ്ടുവരുന്നല്ലോ, ഇവരൊക്കെ ചെയ്യുന്നത് വലിയ കുറ്റമാണ്. കുറ്റത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ആ ഒരു കുറ്റത്തെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ, അവിടെ ഇര രാഹുൽ മാങ്കൂട്ടത്തിലായി മാറുകയാണ്, വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാളെ നിയമ നടപടിക്ക് വിധേയമാക്കണം.
അപ്പൊ ഈ ഒരു മുതലെടുപ്പാണ്. ആ മുതലെടുപ്പിനെ, ആ ഒറ്റപ്പെടുത്തലിനെ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതായത് മറുഭാഗത്ത് രാഹുൽ ചെയ്തിട്ടുള്ള തെറ്റിനെ അങ്ങേയറ്റം അപലപിക്കുന്നതിനോടൊപ്പം അതിന് ന്യായമായ നിയമ നടപടികൾ എടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമം, അതും മറ്റേ ആ ശ്രമവും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതല്ലേ കൂടുതൽ ഗുരുതരമായി വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ നീക്കം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ആ വോയിസ് നോട്ടിലെ ഉദ്ദേശശുദ്ധി അത് ചോദ്യപ്പെടുന്നതാണ്. എന്തിന് ഈ സമയത്ത് ഇറക്കി വിട്ടു? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അപലപിക്കപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇപ്പോ അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, രണ്ട് ജീവിതങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, ആ പെൺകുട്ടിയെ ഇരയാക്കിയ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ജീവിതം നശിപ്പിച്ച ഒരു പ്രതിയുടെ വിളയാട്ടമാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നീക്കാൻ ഈ ആരോപിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കുന്നവർ ധൈര്യപ്പെടുന്നില്ല എന്നതും ഒരു ചോദ്യമാണ്. നേരത്തെ സോളാർ കേസിലും അല്ലെങ്കിൽ അതുപോലെ മറ്റു കേസുകളിലും ഒക്കെ ഓരോ വോയിസ് നോട്ടുകളും മറ്റും പുറത്തുവിട്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ കഥകൾ പുറത്തു വിട്ടതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊരു ഇലക്ഷൻ ഹണ്ടിങ് മാത്രമാണ്. 10 വർഷത്തെ ഭരണപരാജയം, ഏതാണ്ട് 5-10 കൊല്ലമായി ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്, ഈ 10 വർഷത്തെ ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി CPM നേതൃത്വം നേരിട്ട് കളിക്കുന്ന ഒരു കളി എന്ന് ഇവിടെ ഇതിന് വിശേഷിക്കാൻ പറ്റുള്ളൂ. പണ്ടൊരു സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ട്, എതിർ ഭാഗത്തെ നേതാക്കൾ, കൊള്ളാവുന്ന നേതാക്കൾ ചിലർ വളർന്നു വരുന്നുണ്ട്, അവരെ നമുക്ക് ഒതുക്കണമെങ്കിൽ അവരുടെ മേലെ ചില പെണ്ണ് കേസുകൾ എടുത്ത് വെച്ചു കൊടുക്കണമോ? ഈ 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ 2025-ൽ ഈ 2025-ലും അതേ നയം തന്നെയാണ് ഈ പാർട്ടി തുടർന്നു വരുന്നത് എന്നത് ഒരു ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. CPM-ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എതിർ പാർട്ടികളുടെ പെണ്ണ് കേസ് വേണം എന്നത് ആ പാർട്ടിയിലെ അണികളുടെ ഒരു ഗതികേടാണ്. 10 വർഷത്തെ ഭരണം, ആ ഭരണത്തിലെ നേട്ടങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, വോട്ടർമാരുടെ ഇടയിലേക്ക് ചെല്ലാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയുന്നില്ല, CPM-ന് കഴിയുന്നില്ല? ലക്ഷക്കണക്കിന് കോടികൾ കടം വാങ്ങിക്കൂട്ടി ഖജനാവ് കാലയാക്കി ധൂർത്ത് നടത്തി, ധൂർത്തല്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ എന്താണ് ബാക്കിയുള്ളത്? അപ്പൊ പിന്നെ അതിനെ മറികടക്കാൻ വേണ്ടി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേണം. അതന്നെ കാര്യം. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവിടെ CPM രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ കാരണം. അത് തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ കേസ് എടുക്കണം. ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാ പരാതി കൊടുക്കേണ്ട ആവശ്യപ്പെട്ട? സർക്കാർ ഒരു സംവിധാനത്തെ നിലനിർത്തി വെച്ചിട്ടുണ്ടല്ലോ. ഈ പരാതി ഒരു മൊഴിക്ക് കാത്തു നിൽക്കണം, പോയി മൊഴി കൊടുക്കണം. ഈ മൊഴി കൊടുപ്പിക്കും എന്ന് പറയുന്നത് കൊടുപ്പിക്കാത്തത് എന്താ? രാഹുലിനെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം. CPM-ന്റെ ഭരണ നേട്ടം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി ഒരു തന്ത്രം പയറ്റണം. എങ്കിൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പ് വരെ, പോളിംഗ് ബൂത്ത് വരെ എത്തിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതായത് മറ്റൊന്നും ചർച്ച ചെയ്യരുത്. CPM-ന്റെ ഭരണത്തെക്കുറിച്ചോ ഈ ഖജനാവിലെ ധൂർത്തിനെ കുറിച്ചോ ഖജനാവിൽ പണം ഇല്ലാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ചോ ഒന്നും ജനം സംസാരിക്കരുത്. ആകെ സംസാരിക്കേണ്ടത് അവരുടെ എതിരാളികൾ, അത് CPM-ന്റെ എതിരാളികളായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനല്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടി കൃത്യമായ നിലപാടെടുത്ത നടപടിയെടുത്ത ഒരാളാണ്. എങ്കിലും ആ കോൺഗ്രസിനെതിരെ ഒരു പ്രചരണായുധമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണം. ഇനി ഒന്നുമല്ല എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ മറയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാമെന്ന ഒരു ന്യായമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ജനം തിരിച്ചറിയുമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, അത് മറ്റൊരു വിഷയമാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇനിയും അമാന്തിക്കാതെ ചെന്ന് മൊഴി കൊടുക്കണം. ഇവിടെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട്. പക്ഷെ അത് ചെയ്യാതെ ഈ CPM-ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരു മറയാക്കി ആ പെൺകുട്ടി കൂടി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. Different angles. Don't forget to subscribe and support this channel.